ആശുപത്രിയിലെ ചില്ലുവാതിലുകൾ കടന്ന് വിശ്വനാഥൻ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറുടെ മുറിയിൽ നിന്നും പത്മ കിടക്കുന്ന റൂമിലേക്ക് തിരിച്ചെത്തി. അദ്ദേഹത്തിൻ്റെ മുഖത്ത് അടയാത്ത ചിന്തകളുടെ നിഴലുണ്ടായിരുന്നു. ഞാൻ റിപ്പോർട്ടുകളെല്ലാം ഡോക്ടറുമായി വായിച്ചു നോക്കി പത്മയെ. ചികിത്സ അടിയന്തരമായി തന്നെ തുടങ്ങണം, വിശ്വനാഥൻ ഗൗരവത്തോടെ പറഞ്ഞു. പത്മ ഒന്നും പറയാനാവാതെ മനസ്സിലെ ഭാരത്താൽ തലകുനിച്ചിരുന്നു. അപ്പോഴാണ് അർജുൻ തൻ്റെ കയ്യിലെ ഡയമണ്ട് വാച്ചിലേക്ക് നോക്കിയത്. സമയം ഉച്ചയോടടുക്കുന്നു. അച്ഛാ, എനിക്ക് ഓഫീസിൽ ഒരു പ്രധാനപ്പെട്ട ക്ലയൻറ്റ് മീറ്റിംഗ് ഉണ്ട്, ഞാൻ ഇറങ്ങട്ടെ. ശരി അർജുൻ, നീ പോയിട്ട് വൈകുന്നേരം വീണ്ടും ആശുപത്രിയിലേക്ക് വന്നാൽ മതി. വിശ്വനാഥൻ തലയാട്ടി. അവനോടൊപ്പം നിന്ന വൈശാലിയും കസേരയിൽ നിന്ന് എഴുന്നേറ്റു. ആൻറ്റി, എന്നാൽ ഞാനും ഇറങ്ങട്ടെ. പേടിക്കാനൊന്നുമില്ല, ഡോക്ടർമാരുടെ പരിചരണത്തിൽ പെട്ടെന്ന് തന്നെ സുഖം പ്രാപിക്കട്ടെ. പത്മ അവളുടെ കൈകളിൽ പതുക്കെ തൊട്ട് ചെറു പുഞ്ചിരിയോടെ പറഞ്ഞു. നന്ദി മോളെ, ഈ തിരക്കുകൾക്കിടയിലും എന്നെ കാണാൻ വന്നതിന്. ഗൗരി മുറിയുടെ വാതിൽ വരെ അവരെ അനുഗമിച്ചു. വന്നതിന് ഒത്തിരി നന്ദിയുണ്ട്. അതിൽ നന്ദി പറയാൻ മാത്രം ഒന്നുമില്ല ഗൗരി, വൈശാലി സൗമ്യമായി മറുപടി നൽകി. അർജുനും വൈശാലിയും ആശുപത്രിയുടെ എലിവേറ്റർ വഴി താഴേക്കിറങ്ങി പാർക്കിങ്ങിലേക്ക് നടന്നു. കാറിൽ കയറി യാത്ര ആരംഭിച്ചപ്പോൾ വൈശാലി അർജുനെ സൂക്ഷ്മമായി നോക്കിക്കൊണ്ട് ചോദിച്ചു. അർജുൻ, അങ്കിളിന് ആ കുടുംബത്തോട് സാധാരണയിൽ അധികം ഒരടുപ്പവും കടപ്പാടും ഉള്ളതുപോലെ തോന്നുന്നുണ്ടല്ലോ. എനിക്കും അതാണ് മനസ്സിലാകാത്തത് വൈശാലി. അർജുൻ സ്റ്റിയറിംഗിൽ കൈകൾ അമർത്തി പിടിച്ചു. അച്ഛൻ്റെ ഈ മനോഭാവത്തിന് പിന്നിൽ എന്താണെന്ന് എനിക്ക് എത്ര ചിന്തിച്ചിട്ടും പിടികിട്ടുന്നില്ല. ഒരു പക്ഷേ പഴയ കാലത്ത് എന്തെങ്കിലും വലിയ ഉപാധികളോ കടപ്പാടുകളോ ആയിരിക്കാം. അർജുൻ ജനലിലൂടെ പുറത്തേക്ക് പായുന്ന കാഴ്ചകളിലേക്ക് കണ്ണയച്ചു. അതെ, പക്ഷേ അച്ഛൻ അതിനെക്കുറിച്ച് എന്നോട് ഇപ്പോഴും ഒന്നും തുറന്നു പറയുന്നില്ല. വൈകുന്നേരം വിശ്വനാഥൻ്റെ ആഡംബര ബംഗ്ലാവിൽ ഇന്ദിരയെ കാണാൻ അവരുടെ അടുത്ത സുഹൃത്തും വൈശാലിയുടെ അമ്മയുമായ സുമിത്ര എത്തിയിരുന്നു. വാ സുമിത്രേ, സ്വീകരണ മുറിയിലേക്ക് ഇരിക്കി. ഇന്ദിര സ്നേഹത്തോടെ അവളെ സ്വാഗതം ചെയ്തു. ഇന്ന് കുറച്ച് വൈകിയല്ലോ വരാൻ. വീട്ടിൽ അല്പം ബന്ധുക്കൾ വന്നതുകൊണ്ടാണ് ഇന്ദിരയെ വൈകിയത്. സുമിത്ര കസേരയിലിരുന്നു. വീട്ടു ജോലിക്കാരി ഇരുവർക്കുമായി ട്രേയിൽ ചായ കൊണ്ടുവച്ചു. അപ്പോഴേക്കും വൈശാലിയും ഓഫീസിലെ ജോലി കഴിഞ്ഞ് നേരിട്ട് അങ്ങോട്ട് എത്തിച്ചേർന്നു. അമ്മേ, ആൻറ്റി, ഇന്ദിര വാത്സല്യത്തോടെ വൈശാലി അരികിലേക്ക് ചേർത്ത് പിടിച്ചു. വാ മോളെ, നിന്നെ കാത്തിരിക്കുകയായിരുന്നു ഞങ്ങൾ. വൈശാലി ചായക്കപ്പ് കയ്യിലെടുത്ത് കുടിച്ചുകൊണ്ട് പറഞ്ഞു. ആൻറ്റി, അർജുൻ ഇന്ന് പകൽ മുഴുവൻ വലിയ വിഷമത്തിലായിരുന്നു. ഇന്ദിര ആശ്ചര്യത്തോട് ചോദിച്ചു. എന്തു പറ്റി? എന്താ കാര്യം? അപ്പോഴാണ് വിശ്വനാഥൻ അങ്ങോട്ടേക്ക് കടന്നു വന്നതും ആശുപത്രിയിലെ കാര്യങ്ങളും പത്മയുടെ ഗുരുതരമായ ആരോഗ്യസ്ഥിതിയും ചുരുക്കത്തിൽ വിവരിച്ചത്. കേട്ട കാര്യങ്ങൾ വിശ്വസിക്കാൻ കഴിയാതെ ഇന്ദിര കുറച്ചു നേരം മിണ്ടാതെ ഇരുന്നു. പാവം, ആ അമ്മയ്ക്കും മകൾക്കും ഈ ലോകത്ത് തുണയായി ആരുമില്ലല്ലോ ദൈവമേ. വിശ്വനാഥൻ ആർദ്രമെങ്കിലും ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. ഇനിയൊരിക്കലും അവർക്ക് ഈ ലോകത്ത് ഒറ്റപ്പെടില്ല ഇന്ദിരെ. ഇന്ദിര അത്ഭുതത്തോടെ ഭർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി. അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ വരാനിരിക്കുന്ന വലിയൊരു ചുഴലിക്കാറ്റിനുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. ആ രാത്രി ആ ആശുപത്രി മുറിയിൽ ഡോക്ടർ എഴുതിയ മരുന്നുകൾ വാങ്ങാനായി ഗൗരി താഴത്തെ നിലയിലുള്ള ഫാർമസിയിലേക്ക് പോയ സമയമായിരുന്നു അത്. മുറിയിൽ പത്മയും വിശ്വനാഥനും മാത്രമായി. പത്മ കണ്ണീർ നിറഞ്ഞ കണ്ണുകളോടെ വിശ്വനാഥനെ നോക്കി. വിശ്വേട്ട, ഇനി അധികകാലം എനിക്ക് ആയുസില്ലെന്നാണ് ഡോക്ടർമാർ എന്നോട് പറഞ്ഞത്. ഞാനത് തിരിച്ചറിയുന്നുമുണ്ട്. അങ്ങനെയൊന്നും പറയരുത് പത്മേ. നല്ല ചികിത്സ നൽകിയാൽ എല്ലാം ശരിയാക്കും. ഇല്ല വിശ്വേട്ട, ഞാൻ സത്യം മനസ്സിലാക്കിയിട്ടുണ്ട്. ദൈവവിളി അടുത്തെത്തി കഴിഞ്ഞു. എനിക്കിനി ഈ ലോകത്തോട് ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ. പറയൂ പത്മേ, എന്താണെങ്കിലും ഞാൻ അത് നിറവേറ്റിത്തരാം. ഞാൻ കണ്ണടയ്ക്കുന്നതിന് മുമ്പ് എൻ്റെ ഗൗരി സുരക്ഷിതമായ ഒരു കൈകൾ നല്ലൊരു തണലിൽ എത്തിയത് എനിക്ക് കാണണം. അതിനുശേഷമേ എനിക്ക് സമാധാനത്തോടെ മരിക്കാൻ കഴിയൂ. വിശ്വനാഥൻ പതുക്കെ പത്മയുടെ വിറക്കുന്ന കൈകളിൽ കൈവച്ചു. ഗൗരിയെക്കുറിച്ച് ഓർത്ത് നീ ഒരു തുള്ളി കണ്ണുനീർ പോലും പോയിക്കണ്ട പത്മേ. എങ്ങനെ കരയാതിരിക്കും വിശ്വേട്ട? അവൾക്ക് ഈ ലോകത്ത് ഞാൻ കഴിഞ്ഞാൽ ആരുമില്ല. വിശ്വനാഥന് കുറച്ചു നേരം കനത്ത ചിന്തയിലാണ്ടു. ഒടുവിൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് ഒരു വലിയ തീരുമാനത്തിൽ ഉറച്ചു. ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട് പത്മേ. പത്മ വിതുമ്പലോടെ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കി. എന്ത് തീരുമാനം വിശ്വേട്ട? ഗൗരിയെ ഞാൻ എൻ്റെ വീടിൻ്റെ മരുമകളാക്കും. ആ വാക്കുകൾ കേട്ടും പത്മ നെട്ടിത്തെറിച്ചു പോയി. വിശ്വേട്ട, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? അതെ പത്മേ, എൻ്റെ മകൻ അർജുൻ ദേവും ഗൗരിയും തമ്മിലുള്ള വിവാഹം നടക്കും. അവൾ എൻ്റെ മകളായി ആ വീട്ടിൽ വായു. പത്മയുടെ കണ്ണുകളിൽ നിന്ന് ആനന്ദക്കണ്ണീരും ഒപ്പം ആശങ്കയും ഒരുപോലെ ഒഴുകിയിറങ്ങി. പക്ഷേ അർജുൻ ഇതിന് സമ്മതിക്കുമോ?
അവൻ നഗരത്തിലെ വലിയൊരു ബിസിനസ്സുകാരനല്ലേ. എൻ്റെ പാവമകളെ അവന് സ്വീകരിക്കാൻ കഴിയുമോ? അവനെക്കൊണ്ട് സമ്മതിപ്പിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ് പത്മേ. അതിനവൻ വഴങ്ങും. പിന്നെ ഇന്ദിര, അവളെയും ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. നീ അതിനെക്കുറിച്ചൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട. പത്മ വിറയ്ക്കുന്ന ശബ്ദത്തിൽ ചോദിച്ചു. നിങ്ങൾ എനിക്ക് വേണ്ടി മാത്രം ഇത്ര വലിയൊരു ത്യാഗവും തീരുമാനമെടുക്കുകയാണോ വിശ്വേട്ടാ? വിശ്വനാഥൻ ഒരു ചെറു പുഞ്ചിരിയോടെ പറഞ്ഞു. നിനക്ക് വേണ്ടി മാത്രമല്ല പത്മി, ഒരു കാലത്ത് എനിക്ക് ലഭിച്ച സ്നേഹത്തിനുള്ള മറുപടിയായി ഗൗരിയുടെ സുരക്ഷിതമായ ഭാവിക്ക് വേണ്ടിയാണ് ഞാൻ ഈ തീരുമാനമെടുക്കുന്നത്. അപ്പോഴാണ് കയ്യിൽ മരുന്ന് ബാഗുമായി ഗൗരി പതുക്കെ മുറിയിലേക്ക് തിരികെ വന്നത്. അവൾ കടന്നു വന്നതും ഇരുവരും പെട്ടെന്ന് സംസാരിച്ചിരുന്ന വിഷയം നിർത്തി. അമ്മേ, ഇതാ നാളത്തേക്കുള്ള മരുന്നുകളെല്ലാം വാങ്ങിയിട്ടുണ്ട്, ഗൗരി പറഞ്ഞു. പത്മ കവിളിലെ കണ്ണീർ തുള്ളികൾ വേഗം തുടച്ചു മാറ്റി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. ഇങ്ങോട്ട് വാ മോളെ, എൻ്റെ അടുത്തിരിക്കെ. തൻ്റെ മുന്നിൽ വിടർന്നു നിൽക്കുന്ന ഭാവി ദുരന്തങ്ങളോ അതോ ഭാഗ്യങ്ങളോ എന്ന് തിരിച്ചറിയാനാകാതെ ഗൗരി അമ്മയുടെ അരികിൽ വന്നിരുന്നു. അവളെ തന്നെ നോക്കിയിരുന്ന വിശ്വനാഥൻ്റെ മനസ്സിൽ ഒരു കൊടുങ്കാറ്റിലും തകരാതെ ഉറച്ചൊരു തീരുമാനം രൂപപ്പെട്ട് കഴിഞ്ഞിരുന്നു. ആരുടെ ഭാഗത്തു നിന്ന് എന്ത് എതിർപ്പുകൾ വന്നാലും ശരി, ഈ ഗൗരി തന്നെയായിരിക്കും ദേവ് ഗ്രൂപ്പിൻ്റെയും എൻ്റെയും വീടിൻ്റെ മരുമകൾ. വീട്ടുമുറ്റത്ത് വേലിയുടെ ചൂട് പടർന്നു തുടങ്ങിയിരുന്നു. അർജുൻ തൻ്റെ പതിവ് വ്യായാമത്തിൽ മുഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. ശരീരത്തിൽ നിന്നും വിയർപ്പ് തുള്ളികൾ ഇറ്റു വീഴുന്നുണ്ട്. അപ്പോഴാണ് വിശ്വനാഥൻ മുറ്റത്തേക്ക് ഇറങ്ങി വന്നത്. സമീപത്തുള്ള ഒരു കസാലയിലേക്ക് അമർന്നിരുന്നു കൊണ്ട് അദ്ദേഹം മകനെ വിളിച്ചു. അർജുൻ, നീ എങ്ങോട്ടൊന്ന് വന്നേ? അർജുൻ വ്യായാമം നിർത്തി അച്ഛൻ്റെ അരികിലെത്തിയിരുന്നു. വിശ്വനാഥൻ വാത്സല്യത്തോടെ അവൻ്റെ കൈകൾ തൻ്റെ കൈ ചേർത്ത് വെച്ചു. മോനെ, നിന്നോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കാനുണ്ട്. അവൻ അച്ഛൻ്റെ ഗൗരവമുള്ള മുഖത്തേക്ക് ആഴ്ത്തി നോക്കി. വിശ്വനാഥൻ ഗൗരി നേരിടുന്ന സാഹചര്യങ്ങളെക്കുറിച്ചും അവളെ സ്വന്തം ജീവിതത്തിലേക്ക് കൂട്ടാൻ താൻ എടുത്ത തീരുമാനത്തെക്കുറിച്ചും വ്യക്തമായി അവനോട് പറഞ്ഞു. എല്ലാം കേട്ടിട്ടും അർജുൻ്റെ മുഖത്ത് ഒരു ഭാവമാറ്റവും ഉണ്ടായില്ല. അവനൊന്നും മിണ്ടിയില്ല. പതുക്കെ അവിടെ നിന്ന് എഴുന്നേറ്റു. അർജുൻ, വിശ്വനാഥൻ പിന്നിൽ നിന്ന് വിളിച്ചു. പക്ഷേ അവൻ തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ വീടിനുള്ളിലേക്ക് നടന്നുപോയി. മകൻ്റെ ആ തണുപ്പൻ പ്രതികരണവും നിശബ്ദതയും കണ്ട് ഹൃദയം തകർന്ന് വിശ്വനാഥൻ ആ കസാരയിൽ തന്നെ തളർന്നിരുന്നു. അടുക്കളയിൽ പ്രഭാത ഭക്ഷണത്തിനായുള്ള തിരക്കുകളിലായിരുന്നു വേലക്കാരി. ഒരു വശത്ത് റസ്ക് തയ്യാറാക്കുമ്പോൾ മറുവശത്ത് മുട്ട പൊരിയുന്നതിനെ മണം പടർന്നു. അങ്ങോട്ടേക്ക് അർജുൻ നടന്നു വന്നു. അവൻ്റെ മുഖത്ത് അസ്വസ്ഥതകൾ നിഴലിച്ചിരുന്നു. നേരെ ചെന്ന് ഫ്രിഡ്ജ് തുറന്ന് തണുത്തൊരു ഗ്ലാസ് ജ്യൂസ് എടുക്കാൻ കുടിക്കാൻ തുടങ്ങി. അവനെ കണ്ടത് വേലക്കാരി ഭക്തിയോടെ അഭിവാദ്യം ചെയ്തു. അവൻ ജ്യൂസ് ഗ്ലാസ്സിൽ നിന്നും ചുണ്ടെടുത്ത് മെല്ലെ മറുപടി പറഞ്ഞു. പക്ഷേ അവൻ ആ ജ്യൂസ് മുഴുവൻ കുടിച്ചു തീർത്തില്ല. പകുതിയായപ്പോൾ തന്നെ ഗ്ലാസ് മേശപ്പുറത്ത് വെച്ച് പുറത്തേക്ക് നടക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഗൗരി അടുക്കളയിലേക്ക് വന്നത്. അവളെ കണ്ടതും വേലക്കാരി പുഞ്ചിരിയോടെ പറഞ്ഞു. ഗുഡ് മോർണിംഗ് മോളെ. അർജുൻ്റെ കണ്ണുകൾ നിമിഷ നേരത്തേക്ക് ഗൗരിക്ക് നേരെ തിരിഞ്ഞു. അവളോടുള്ള ദേഷ്യവും അസ്വസ്ഥതയും ആ കണ്ണുകളിൽ തിളങ്ങി. എങ്കിലും തണുത്ത ഭാവത്തിൽ അവൻ പറഞ്ഞു, ഗുഡ് മോർണിംഗ്. അത്രയും പറഞ്ഞ് അവിടെ തന്നെ വേഗത്തിൽ നിന്നും നടന്നുപോയി. ഗൗരി കുറച്ചു നേരം അവൻ നടന്നുപോയ വഴിയിലേക്ക് വിസ്മയത്തോടെ നോക്കി നിന്നു. അർജുൻ്റെ പെരുമാറ്റത്തിൽ എന്തോ വലിയ മാറ്റമുണ്ട്, അതിലെന്തോ പ്രശ്നമുണ്ട്. പക്ഷേ അതിൻ്റെ കാരണം എന്താണെന്ന് ഊഹിക്കാൻ പോലും അവൾക്കായില്ല. അല്പസമയത്തിനകം ഓഫീസിലെ ശാന്തമായ അന്തരീക്ഷത്തിൽ ലാപ്ടോപ്പിന് മുന്നിലിരിക്കുകയായിരുന്നു അർജുൻ. സ്ക്രീനിൽ കോളുകളും ഫയലുകളും മിന്നിമറിഞ്ഞെങ്കിലും അവൻ്റെ മനസ്സ് അവിടെയായിരുന്നില്ല. അച്ഛൻ പറഞ്ഞ വാക്കുകൾ ഒരു മന്ത്രം പോലെ അവൻ്റെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. ഗൗരിയെ വിവാഹം കഴിക്കണം. പെട്ടെന്ന് വാതിൽ ഒരു മുട്ട് കേട്ടു. കമ്മിങ്. വാതിൽ തുറന്ന് അകത്തേക്ക് വന്നത് വൈശാലിയായിരുന്നു. അർജുൻ്റെ മുഖത്തെ ഭാവം കണ്ടപാടെ എന്തോ വലിയ കുഴപ്പമുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. നിനക്ക് എന്ത് പറ്റി അർജുൻ? രാവിലെ മുതൽ ആകെ മാറിയിരിക്കുന്നല്ലോ. ഒന്നുമില്ല വൈശാലി, അവൻ ഒഴിയാൻ ശ്രമിച്ചു. എന്നോടൊന്നുമില്ലെന്ന് പറഞ്ഞു വിളിക്കണ്ട, എനിക്ക് നിന്നെ നല്ല പോലെ അറിയാം. അർജുൻ കുറച്ചു നേരം നിശബ്ദനായിരുന്നു. ഒടുവിൽ അച്ഛൻ തന്നോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം അവൻ വൈശാലിയോട് തുറന്നു പറഞ്ഞു. കേട്ട കാര്യങ്ങൾ വൈശാലിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവൾ ഞെട്ടലോട് ചോദിച്ചു, എന്ത്? നിന്നെ വേറൊരു പെൺകുട്ടിയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാനോ അവൾ തീരുമാനിച്ചത്? അർജുൻ മറുപടിയില്ലാതെ തലകുനിച്ചു. വൈശാലിയുടെ മുഖത്ത് സങ്കടവും നിരാശയും പകർന്നു. അർജുൻ, നമ്മൾ ചെറുപ്പം മുതലേ ഒന്നിച്ച് വളർന്നവരല്ലേ. നിന്റെ മനസ്സ് എനിക്ക് നന്നായി അറിയാം. ഞാൻ നിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയാണ്. അവൻ അവളെ നോക്കി. എനിക്കറിയാം വൈശാലി. പിന്നെ ഇതൊക്കെ എങ്ങനെ സംഭവിക്കും? അവളുടെ ഉള്ളിലെ സങ്കടം ദേഷ്യമായി പുറത്തു വന്നു. വൈശാലി, നില്ല, ഞാൻ പറയട്ടെ. പക്ഷെ അവൻ്റെ വാക്കുകൾ കേൾക്കാൻ നിൽക്കാതെ അവൾ ദേഷ്യത്തോടെ പുറത്തേക്ക് നടന്നു. അർജുൻ അവിടെ പിന്നാലെ ചെല്ലാൻ ശ്രമിച്ചെങ്കിലും അതിനു മുന്നേ അവൾ പോയി കഴിഞ്ഞിരുന്നു. ജോലി കഴിഞ്ഞ് അർജുൻ നേരെ പോയത് വൈശാലിയുടെ വീട്ടിലേക്കായിരുന്നു. മുറിയിലാകെ തളർന്ന് വിഷമിച്ചിരിക്കുകയായിരുന്നു അവൾ. അർജുൻ മെല്ലെ അവളുടെ അരികിൽ ചെന്നു.
ഞാൻ നിന്നെ എത്ര തവണ ഫോൺ വിളിച്ചു, നീ എന്താ ഫോൺ എടുക്കാതിരുന്നത്? വൈശാലി ഒന്നും മിണ്ടാതെ മുഖം തിരിച്ചിരുന്നു. അർജുൻ അവളുടെ അരികിലിരുന്ന് ശാന്തമായി പറഞ്ഞു, വൈശാലി, ഞാൻ നിന്നെ എന്നും ഒരു നല്ല ഫ്രണ്ടായിട്ടാണ് കണ്ടിട്ടുള്ളത്. വേറെ രീതിയിൽ ഞാൻ നിന്നെ ഇതുവരെ കണ്ടിട്ടില്ല. അവൾ സങ്കടം നിറഞ്ഞ കണ്ണുകളോടെ അവനെ നോക്കി. പക്ഷേ ഞാൻ കരുതിയത് നീ എനിക്ക് ഏറ്റവും അനുയോജ്യമായ പങ്കാളിയാണെന്നാണ്. അർജുൻ നിശബ്ദനായി നിൽക്കുക മാത്രം ചെയ്തു. എൻ്റെ അഭിപ്രായത്തിൽ നീ ഇപ്പോൾ വേറൊരാൾ വിവാഹം കഴിക്കാൻ പോകുന്നത് വെറുതെ ജീവിതം പായാക്കലാണ്, അവർ തറപ്പിച്ചു പറഞ്ഞു. ഉടൻ തന്നെ അർജുൻ തിരുത്തി, ഞാൻ ആരെയും തിരഞ്ഞെടുത്തിട്ടില്ല വൈശാലി. ഇപ്പോൾ ആരെയും വിവാഹം കഴിക്കാനും എനിക്ക് താല്പര്യമില്ല. അച്ഛൻ എന്നോട് പറഞ്ഞ കാര്യം നിന്നോട് പങ്കുവെക്കണമെന്ന് തോന്നി, അത്രമാത്രം. അവൻ കുറച്ചു നേരം ആലോചനയോടെ നിന്ന ശേഷം തുടർന്നു, പക്ഷേ നിന്റെ മനസ്സിൽ എന്നെക്കുറിച്ച് ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നെങ്കിൽ നീ അത് ആദ്യമേ എന്നോട് പറയണമായിരുന്നു. ഞാൻ നിന്നെ അങ്ങനെ ഒരിക്കലും കണ്ടിട്ടില്ലല്ലോ. വൈശാലിക്ക് അതിന് മറുപടിയില്ലായിരുന്നു. താൻ വളർത്തിയെടുത്ത പ്രതീക്ഷകൾ തകർന്നു അടിയുന്നതിലെ വേദന അവൾ മൗനയായി. അർജുൻ കുറച്ചു നേരം അവളെ തന്നെ നോക്കിയതിനു ശേഷം പുറത്തേക്ക് നടന്നു. അവൻ അകന്നു പോകുന്നത് നോക്കി അവൾ കണ്ണീരോടെ ഇരുന്നു. അതേസമയം മറ്റൊരു വശത്ത് തൻ്റെ വരാനിരിക്കുന്ന വിധിയെക്കുറിച്ചോ സ്വന്തം ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ആ വലിയ തീരുമാനത്തെക്കുറിച്ചോ ഒന്നും അറിയാതെ ഗൗരി അമ്മയുടെ അരികിൽ ശാന്തമായി ഇരിക്കുകയായിരുന്നു.